നമസ്കാരം, ഞാൻ സ്വാതി വിജേഷ്. നമ്മളപ്പോ കുറെ നാളായില്ലേ കണ്ടിട്ട്. ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നൊന്ന് മാറി. അപ്പൊ അതിന്റെ തിരക്കൊക്കെ ആയിരുന്നു, സാധനങ്ങൾ മാറ്റേണ്ടതും അങ്ങനെ ഇങ്ങനെ കുറെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പനി പിടിച്ചു. പിന്നെ വയ്യാണ്ടായിപ്പോയി, ഉറക്കുളപ്പും അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് ബോഡി ഒത്തിരി വീക്കായിപ്പോയി. അതാണ് വീഡിയോ ഒന്നും ചെയ്യാനേ. പിന്നെ ഇടയ്ക്കൊന്നും ഞാൻ ചുമ്മാ യൂട്യൂബിൽ നമ്മുടെ ചാനൽ തന്നെ ചുമ്മാ ചെക്ക് ചെയ്തപ്പോ വ്യൂവേഴ്സ് ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. അപ്പൊ എനിക്ക് മടിയായി. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ആരും കാണാനൊന്നുമില്ല എന്നുള്ള ഒരു ചിന്തയിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമല്ല, ഇന്നലെ രാത്രിയാണ് ഞാൻ എന്റെ ലാസ്റ്റ് വീഡിയോന്റെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്തത്. അപ്പൊ അതിൽ ഒത്തിരി പേര് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, വെയിറ്റ് ചെയ്യുവാണെന്നും അങ്ങനെ ഒത്തിരി പേര് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി, എന്നെ ഒത്തിരി പേര് പേഴ്സണൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടാൻ പറഞ്ഞിട്ട്. അപ്പൊ ഒത്തിരി സന്തോഷം, ഇതൊക്കെ കേട്ടപ്പോ ഒത്തിരി സന്തോഷം. കുറച്ച് പേര് കാണാനുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനതാ നമ്മുടെ അടുത്ത വീഡിയോ റെഡി ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുതിത്തുമേട്ടടവ് എന്നൊരു അടവാണ് പഠിക്കുന്നത്. ഇതും 4 വെറൈറ്റീസ് ഉള്ള സ്റ്റെപ്പാണ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് വെറൈറ്റിയുടെ 3 സ്പീഡ്സ് ആണ് നോക്കുന്നത്. അപ്പൊ ഒത്തിരി സമയം വൈകിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമസ്കരിക്കുക. ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിന്നതാം തക്ക ധിന്നതാം തക്ക ധിന്നതാം. അപ്പൊ നമുക്ക് ഈ കുതിത്തുമേട്ടടവിന്റെ ഫസ്റ്റ് വെറൈറ്റിയുടെ കാല് എങ്ങനെയാന്ന് പഠിക്കാം. ആദ്യം തന്നെ അരമണ്ഡലം ഇരിക്കാം. ഇനി റൈറ്റ് സൈഡിലെ കാല് ചവിട്ടുക 1. ഇനി ലെഫ്റ്റ് സൈഡിലെ കാല് ചവിട്ടുക 2. എന്നിട്ട് ഇതാ ഇതുപോലെ പതുക്കെ ഒന്ന് 2 കാലം വെച്ചിട്ട് ഒന്ന് പൊന്തുക. അതായത് പൊന്തി പതുക്കെ ഒന്ന് ചാടുക. ഇതുപോലെ ഒത്തിരി മുകളിലോട്ട് പൊങ്ങാനല്ല പറഞ്ഞേ, അരമണ്ഡലത്തിൽ ഇരുന്ന് തന്നെ പതുക്കെ ഒന്ന് ജമ്പ് ചെയ്യുക. ഇനി റൈറ്റ് സൈഡിലെ കാല് താഴ്ത്തുക. ഇപ്പൊ റൈറ്റ് സൈഡിലെ സ്റ്റെപ്പ് തീർന്നു. ഇനി സെയിം തന്നെ ലെഫ്റ്റ് സൈഡിൽ ചെയ്യുക. 1 2 ജമ്പ് ചെയ്യുക 3. ഇനി ലെഫ്റ്റ് സൈഡിലെ കാല് കുത്തുക 4. ഇപ്പോ 2 സൈഡിലെ സ്റ്റെപ്സും തീർന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് 2 സൈഡും കൂടെ ഒരുമിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോ ഇതാണ് കുതിത്തുമേട്ടടവിന്റെ ഫസ്റ്റ് വെറൈറ്റി. ഇനി നമുക്ക് കൈ എങ്ങനെ ചെയ്യാന്ന് നോക്കാം. അപ്പൊ നമ്മള് ഇതിന് യൂസ് ചെയ്യുന്ന മുദ്രാവാക്യം ത്രിപതാകയാണ്. അപ്പൊ നോക്കാം. ഫസ്റ്റ് നമ്മൾ റൈറ്റ് സൈഡിലെ കാല് ചവിട്ടുമ്പോ റൈറ്റ് സൈഡിലെ കൈ മലർത്തി ഇതുപോലെ നീട്ടിപ്പിടിക്കാം. അപ്പൊ ലെഫ്റ്റ് സൈഡിലെ കൈ കമിഴ്ത്തി നമ്മുടെ നെഞ്ചിന് നേരെ പിടിക്കാം. ഇനി ലെഫ്റ്റ് സൈഡിൽ ചെയ്യുമ്പോ ലെഫ്റ്റ് സൈഡിലെ കാല് ചവിട്ടുമ്പോ ലെഫ്റ്റ് സൈഡിലെ കൈ മലർത്തി നീട്ടിപ്പിടിക്കാം, റൈറ്റ് സൈഡിലെ കൈ കമിഴ്ത്തി വെക്കാം. ഇനി ജമ്പ് ചെയ്യുമ്പോ നമ്മുടെ കണ്ണ് ഈ കമിഴ്ത്തി പിടിച്ചേക്കുന്ന കൈയുടെ അവിടേക്ക് നോക്കുക. ജമ്പ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വലിക്കുക. ആ ജമ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടാപ്പ് ചെയ്യുന്നുണ്ടല്ലോ കാല്, അതായത് റൈറ്റ് സൈഡില് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലെ കാല് ടാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സൈഡിൽ ചെയ്യുമ്പോൾ ഈ കമഴ്ത്തി പിടിച്ചേക്കുന്ന കൈ ഇതുപോലെ മലർത്തി പിടിക്കുക, മലർത്തി പിടിച്ച കൈ കമിഴ്ത്തി പിടിക്കുക. കുറച്ച് കൺഫ്യൂഷൻ വരും ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ശ്രദ്ധിച്ച് ചെയ്യാം. ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് 2 പ്രാവശ്യം 2-3 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് അടിച്ച് കാണുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും കൂടെ കാണിച്ചു തരാം. ത തൈ ത ഹ ദി തൈ ത ഹ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കൈയും കാലും എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ കൈയും കാലും കൂടെ ഒരുമിച്ച് ചെയ്യാന്ന്. സെക്കൻഡ് സ്പീഡ്. Third speed. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കല്ല. ഇപ്പോഴും ഞാൻ ആദ്യം
ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് മിററിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണോ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓർത്ത് മിററിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെന്താ, പിന്നെ എല്ലാ ക്ലാസ്സിലും തന്നെ ഇനിയും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ഇനി മുന്നോട്ട് പോവാം. ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. ബാക്കിയിൽ എന്റെ പാവ കിടന്ന് കരയുന്ന നോച്ച് വയ്ക്കുന്നൊക്കെ ഉണ്ട്. ഡിസ്റ്റർബൻസ് ഉള്ള കാരണം തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോകുന്നു. അപ്പൊ കൂടുതൽ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.